ട്രാവൻകൂർ പിസ്റ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് ഞാനും ചെറുക്കനും അമ്മയും കുഞ്ഞമ്മയും പിന്നെ കസിൻസും കൊച്ചിച്ചനൊക്കെ ആയിട്ട് ഒന്ന് ശബരിമല വരെ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും ഞങ്ങളുടെ എക്സ്പീരിയൻസുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കണ്ട, നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിക്കോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ പൊന്ന് മോനെ, സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരെ സമ്മതിച്ചു കൊടുക്കണം. വേറെ ലെവല് വൈബ്. ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവല് വൈബ്. ഇവരുടെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഹാറ്റ്സ് ഓഫ്. കാരണം ആവശ്യമുള്ളവർ ഉപയോഗിക്കട്ടെ, അത്രേ ഉള്ളൂ. മാൻ പവർ, മസിൽ പവർ കീജേ. അതേപോലെ ഈ വരുന്ന മുതൽ മോനെ ഗൂസോളി ബംസ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ഫോഴ്സ് കൂർക്കയുടെ ഫുൾ ടൈം 4 വീൽ ഡ്രൈവ് 5 ഡോർ വേർഷനാണ്. ഡിഫറൻഷ്യൽ ലോക്ക് ഫ്രണ്ടും ബാക്കും ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത സാധനം. ഇതാണ് അവിടുത്തെ എന്താ പറയുക ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ എന്ന് പറയാം. ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കും, മനസ്സിലായില്ലേ? ഫയർ ആൻഡ് സേഫ്റ്റി എല്ലാത്തിനും ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്. കാരണം ഈ വണ്ടി അവിടെ കയറുള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ ലെജൻഡറി ട്രാക്ടറാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ പോക്കൊന്നും പറയണ്ട മാൻ. ഇടയ്ക്കൊന്ന് മഴ ചതിച്ചു. ലൈഫിൽ ആദ്യമായിട്ടാണ് മഴ നനഞ്ഞ് ശബരിമലയിൽ പോകുന്നത്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊച്ചു പിള്ളേരൊക്കെ ആയിട്ടില്ലേ പോകുന്നത്. പിന്നെ ഊർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശ എന്താണ്ട് ഇവൻ ട്രാക്ടറാണ്. പക്ഷേ അതും ഇൻഡസ്ട്രി ഹിറ്റ് ട്രാക്ടർ. ഫ്രണ്ടും ബാഗ് ലിഫ്റ്ററാണോ പുഷറാണോ പുള്ളറാണോ ഒരു പിടിയില്ല. ഒരു രക്ഷയില്ലാത്ത ഒരു സാധനമാണ്. വേറെ വൈബ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ശബരിമല എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ വൈബല്ലേ ഇപ്പം. എന്താ പറയുക, കുറേ സ്ഥലങ്ങൾ, ഐ തിങ്ക് അറൗണ്ട് 60% സ്ഥലങ്ങൾ ഇപ്പം മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും അല്ല, ഈ സ്ഥലങ്ങളിലൊന്നും അല്ല, ബട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ. പണ്ടൊക്കെ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ലൈക്ക് എന്താ പറഞ്ഞാൽ ഇടയ്ക്ക് അവിടെ ഇവിടെ മാത്രമായിരുന്നു സിമെൻറ്റിൻ്റെ എന്തെങ്കിലും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഒരു രക്ഷയില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പുൽമേട് വഴി പോയായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ, റോ വീഡിയോ നമ്മൾ യൂട്യൂബ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ട്രാവൻകൂർ പിസ്റ്റൻസിലുണ്ട്. മൈ ഗോഡ്, അതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവും പകലും പയ്യന്മാരായിട്ട് നമ്മൾ സ്റ്റാൻഡ് ചെയ്താണ് പോയത്. ഒരു രക്ഷയില്ലാത്ത ട്രിപ്പായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ട്രിപ്പ്. അത് വേറെ, ഇത് വേറെ. പക്ഷെ അതാണ് ഇപ്പം കുറച്ചും കൂടെ ഇപ്പം ഈ ഒരു എന്താ പറയുക പമ്പ വഴിയുള്ള റൂട്ട് കുറച്ചും കൂടെ ഈസി ആക്കി അവർ. ഇപ്പം താമസിച്ചത് ഇനി റോപ്പ് വേയും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത്. അതൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എസൻസ്, കല്ലും മുള്ളും കാലിക്കും മെത്തയെന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇനി മറ്റേ എരുമേലി വഴിയോ അല്ലെങ്കിൽ പുൽമേട് വഴി വരുന്നവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. Here we go again. സ്വാമി ശരണം. ദാണ്ട ആടിപ്പോളി തന്നെ വരവുണ്ടാവും. ഓരോ ത്രോട്ടിലും ഉണ്ട് അവൻ്റെ ആ വൈബ്. കട്ട. മൈ ഗോഡ്, വേറെ വൈബ്. അമ്മേ, ഇത് നടപ്പന്തൽ വന്നപ്പോൾ 2 പയ്യന്മാർ സ്റ്റാൻഡ് ചെയ്ത് കിടന്നതാണ്. ഡിസ്റ്റർബേ ചെയ്യാൻ പോയില്ല. യപ്പ്, ആസ് യൂഷ്വൽ തിരക്ക്. പക്ഷെ പണ്ടത്തെ ഞാൻ സാധാരണ കിട്ടിയ തിരക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തിൽ കുറവായിരുന്നു കേട്ടോ. 10 മണിക്ക് നട അടയ്ക്കും. 9:55 കയറി. സത്യം പറ്റല്ലോ, ബ്ലസ്ഡ്. അല്ലായിരുന്നെങ്കിൽ അടുത്ത റൗണ്ട് നാളെ രാവിലെ 2ാമത്തെ റൗണ്ട് ക്യൂ ഒക്കെ നിന്ന് പേലഞ്ഞ് പ്രാന്തായന. പക്ഷെ എന്തോ പറയാനാണ്. പിന്നെ ഇവിടെ പിന്നെ അറിയാം, നമുക്കിങ്ങനെ അങ്ങനെ
കയറുന്നതിൻ്റെ പാട് അറിയാം. പിന്നെ പിള്ളേരൊക്കെ ഉണ്ട്, അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തൂക്കി പിടിക്കണം. അപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ, ഇനിയൊന്നും നടക്കുകയൊന്നുമില്ല. പിന്നെ ദർശനം കിട്ടി 10 മണിക്ക് നട അടച്ചതിന് ശേഷം ഈ പാട്ടങ്ങ് തുടങ്ങി. ലെജൻഡറി ഹരിവരാസനം. എൻജോയ്. അപ്പോൾ അങ്ങനെ സമയം 10-11 ആയി. പിന്നെ അവിടെ കണ്ടൊരു കാഴ്ചയാണ് മുകളിലത്തെ ചേട്ടന്മാർ ഷോർട്ട് കട്ട് പരിപാടി, എന്തൊക്കെയോ സാധനം കൊടുത്ത. പിന്നെ അവിടുത്തെ തിരക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്ത് സമയം കളഞ്ഞു. വെളുപ്പാങ്കാലം 3:30-4 മണി ആയപ്പോഴത്തേക്ക് പോയി കൗണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അരവണയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. മൈ ഗാഡ്, ദിസ് ഈസ് ഇറ്റ്. എത്ര നിന്നാലും മതിയാവാത്ത നമ്മുടെ ഫേമസ് അരവണ. പിന്നെ മറ്റേ നെയ്യഭിഷേകം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ്. പിന്നെ അവിടുന്ന് മാളികപ്പുറം ആ ഏരിയയിൽ വന്നു, അവിടത്തേക്ക് വന്ന് എല്ലാം കണ്ടു, പ്രാർത്ഥിച്ചു. കാരണം ഇതിനകത്ത് അമ്മയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മ, കുഞ്ഞമ്മയൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ പിള്ളേർ, ഇവരൊക്കെ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം, മനസ്സിലായില്ലേ. പിന്നെ ലെജൻഡറി മിസ്റ്റർ നമ്മുടെ വാവർ ദൈവം, പുള്ളിക്കാരൻ്റെ അവിടെ വന്നു. പുള്ളിക്കാരൻ്റെ പഴയ വാളും കാര്യങ്ങളും. പിന്നെ അവിടുന്ന് നമുക്ക് ചെറിയൊരു എന്താ പറഞ്ഞാൽ പ്രസാദം പോലെ കിട്ടും. നൈസാണ്, സ്വീറ്റ്സാണ്, കൽക്കണ്ടം പോലത്തെ മിക്സാണ്. തിരിച്ചിറങ്ങിയപ്പോൾ ഇറ്റ് വാസ് റിയലി മാജിക്കൽ മീൻസ് ഓ മൈ ഗോഡ്, ഐ മീൻ കൊടൈക്കനാലെത്തിയോ എന്ന് നമുക്ക് തോന്നുന്ന വിധം ഫോഗ് കൊണ്ടങ്ങ് നിറഞ്ഞു. ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. പടി കൂടെ ഇറങ്ങുമ്പോഴത്തേക്ക് സ്ലിപ്പാവുന്ന സാധ്യത ഉണ്ടായിരുന്നു. ഞാനും ഇടയ്ക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് മറിഞ്ഞു വീണു. ബട്ട് ഇറ്റ് വാസ് ഫൈൻ. ദൈവം സഹായിച്ച് ABS ഒക്കെ വർക്ക് ചെയ്ത് സ്റ്റാൻഡ് ചെയ്തങ്ങ് നിന്നു. അങ്ങ് ഇരുന്നു. ആക്ച്വലി ഒന്നും പറ്റിയില്ല. ബട്ട് ദി വ്യൂ വാസ് ഓസം. ഇത് എല്ലാ 50 മീറ്ററും കൂടുമ്പോഴുണ്ട്. അടിപൊളി. ഹാറ്റ്സ് ഓഫ് നമ്മുടെ ദേവസ്വം ബോർഡ്. കാരണം ദേ ആർ പ്രൊവൈഡിങ് ഹെൽത്തി, ഐ മീൻ സേഫ് വാട്ടർ. അങ്ങനെ നടന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. മഴ പെയ്തില്ല. ഇത് അപ്പാച്ചിമേട് ഉണ്ട വഴിപാട്, അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. പിന്നെ യാദാസ് ക്രൗണ്ടർ റാസ്കൽ 500 ടോയ്ലറ്റ് വെച്ചാലും അവന് ഓപ്പണായിട്ട് മൂത്രം വെച്ചാലേ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര മൂത്രനാറ്റമാണ് മാൻ, ഭയങ്കര അലിമ്പാണ്. ഇവനെ പോലത്തെ തെണ്ടി പരിശകളും ഡാഷ് മക്കൾ കാരണമാണ്. കുരങ്ങന്മാരെയൊക്കെ കണ്ടു. പിന്നെ എന്താ മാൻ, പയ്യെ നൈസായിട്ട് നടന്ന് പമ്പയിലെത്തി. അവിടെ പോയി കൈയും കാലുമൊക്കെ ഒന്ന് കഴുകി ഫുൾ ഓണായി. പിന്നെ വണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്മാർ, നിലയ്ക്കലിൽ നിന്ന് വണ്ടി ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ കയറി തിരിച്ച് വന്ന ക്ഷേത്രത്തിൽ തന്നെ പോയി മാലയ്ക്ക് ഊരി പ്രാർത്ഥിച്ചു. കാരണം തടസ്സമൊന്നുമില്ലാതെ സന്തോഷത്തിലെത്തിയില്ലേ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, യു ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ഗ്രേറ്റ് ഡേ. ആൻഡ് ഫീൽ ഫ്രീ ടു സബ്സ്ക്രൈബ്, ഇറ്റ്സ് ഫ്രീ.